നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അൺനോൺസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഇപ്പോൾ x1 x2 x3 ആണ് 3 അൺനോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. അതിനാണ് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ അതിന് വേണ്ടി മെട്രിക്സ് ആണ് ഉപയോഗിക്കുന്നത്. മെട്രിക്സ് ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യാം. 2 മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിലൊന്ന് ഗോസിയൻ എലിമിനേഷൻ മെത്തേഡാണ്, അല്ലെങ്കിൽ ഗോസ് മെത്തേഡ് എന്ന് പറയും. രണ്ടാമതായിട്ട് ഗോസ് ജോർദാനാണ്, കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആണ്. ഗോസും ജോർദാൻ 2 പേര് കൂടിയിട്ടുള്ളതാണ് അതിൽ വരുന്നത്. ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡാണ്. അപ്പോൾ ഒന്ന് ഗോസ് മെത്തേഡ് എന്ന് പറയും, ഒന്ന് ഗോസ് ജോർദാൻ മെത്തേഡ് എന്ന് പറയും. പ്രത്യേകിച്ചൊരു മെത്തേഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. പ്രത്യേകം പറഞ്ഞാൽ ആ മെത്തേഡിന് ഉപയോഗിക്കണം. ഈ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ഉണ്ടാക്കിയിട്ട്, അത് എളുപ്പമാണല്ലോ, ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ റോ എച്ച്ലോൺ ഫോമിലേക്ക് മാറ്റണം. റോ എച്ച്ലോൺ ഫോം എന്താ നമുക്കറിയാം. അതായത് 0 റോസ് ഉണ്ടെങ്കിൽ, അതായത് എല്ലാം 0s വരുന്ന റോ ഉണ്ടെങ്കിൽ അത് ബോട്ടം ഏറ്റവും താഴത്തേക്ക് മാറ്റിയിടണം. പിന്നെ ഏതെങ്കിലും നോൺ 0 റോ ഉണ്ടെങ്കിൽ, നോൺ 0 റോ എന്ന് പറഞ്ഞാൽ എല്ലാം 0 അല്ലാതെ വരിക, നോൺ 0 എൻട്രീസ് വരുന്ന റോസാണ്. ആ നോൺ 0 റോസ് വരുമ്പം അതിനെ ലീഡ് ചെയ്യുന്ന ഇത് 1 ആയിരിക്കണം. അതിൽ ആദ്യം വരുന്ന നോൺ 0 നമ്പർ 1 ആയിരിക്കണം. പിന്നെ അങ്ങനെ ഒന്നിലധികം നോൺ 0 റോസ് ലീഡിങ് 1 വരുമ്പം മുകളിൽ വരുന്ന റോയിൻ്റെ ലീഡിങ് 1 താഴെ വരുന്ന റോയിൻ്റെ ലീഡിങ് 1ൻ്റെ ലെഫ്റ്റിലാണ് വരേണ്ടത്. കോളം വൈസ് നോക്കുമ്പോൾ ലെഫ്റ്റിലാണ് വരേണ്ടത്. ആ രീതിയിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആണ് ഉണ്ടാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് മെട്രിക്സിൻ്റെ കൂടെ കോൺസ്റ്റൻറ്റ് കൂടി, റൈറ്റ് സൈഡിലെ കോൺസ്റ്റൻറ്റ് മെട്രിക്സ് കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉണ്ടാക്കുക, അതിനെ റോ എച്ച്ലോൺ ഫോമിലേക്ക് മാറ്റുക. ഇനി ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡ് ആണെങ്കിൽ ഒരു പടി കൂടി കടന്നിട്ട് ആ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ നമ്മൾ റെഡ്യൂസ്ഡ് റോ എച്ച്ലോൺ ഫോമിലേക്ക് മാറ്റണം. റെഡ്യൂസ്ഡ് റോ എച്ച്ലോൺ ഫോം ആകുമ്പോൾ ഒരു എക്സ്ട്രാ വരുന്നത് വെച്ചാൽ ലീഡിങ് 1 വരുന്ന കോളം മുഴുവൻ ബാക്കിയെല്ലാം 0 ആക്കി മാറ്റണം. മറ്റേതിൽ അങ്ങനെയില്ല. ഇതിൽ ലീഡിങ് 1 വരുന്ന കോളം ബാക്കിയെല്ലാം 0 ആക്കി മാറ്റണം എന്നുകൂടി ഉണ്ട്. എന്തായാലും ഇതിനൊക്കെ നമ്മൾ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു പ്രോബ്ലം ഇവിടെ ശ്രദ്ധിക്കുക. സോൾവ് എന്ന് പറഞ്ഞ 3 സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, 3 ഇക്വേഷൻസ് ആണ്. x1 x2 x3 അൺനോൺസ് ആണ്. അപ്പോൾ ഇതാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുള്ളത്. ഉടനെ തന്നെ ഇതിനെ ഒരു മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാൻ പറ്റും. മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുമ്പോൾ കോഫിഷ്യൻസ് എഴുതുക. x1ൻ്റെ കോഫിഷ്യൻറ്റ് 2, പിന്നെ +6, പിന്നെ +1. അതാണ്. അടുത്തതിൽ x1ൻ്റെ കോഫിഷ്യൻറ്റ് 1, അടുത്ത് +2 -1 ആണ്. മൂന്നാമത്തെ ഇക്വേഷനിൽ x1ൻ്റെ കോഫിഷ്യൻറ്റ് 5, x2ൻ്റെ കോഫിഷ്യൻറ്റ് 7, x3ൻ്റെ കോഫിഷ്യൻറ്റ് -4 ആണ്. ഇൻറ്റു ഈ വേരിയബിൾസ് x1 x2 x3 ഇങ്ങനെ കോളം വൈസ് ആയിട്ട് എഴുതുക. ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള മെട്രിക്സ് അങ്ങനെ എഴുതുക. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി തന്നുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ ഒരു മെട്രിക്സ് ഫോമിലേക്ക് മാറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉണ്ടാക്കും. ഈ മെട്രിക്സിനോട് കൂടി ഈ മെട്രിക്സ് കൂടി ആഡ് ചെയ്യും. ഒരു ബാർ ഇട്ടിട്ട്, അങ്ങനെ ഒരു ലൈൻ ഇട്ടിട്ട് ആഡ് ചെയ്യും. അതാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ഓക്കെ. ഇനി ഓഗ്മെൻറ്റഡ് മെട്രിക്സിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഗോസ് മെത്തേഡ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണം, റോ എച്ച്ലോൺ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ നോൺ 0 റോസ് ഒന്നും ഇതിലില്ല. എല്ലാം 0 റോസ് ഇതിലില്ല. 0 റോസ് ഇതിലില്ല. നോ 0 റോസ് എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. നോൺ 0 റോസ് ആഡ് ചെയ്തത്, നോ 0 റോസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ അടിയിലേക്ക് മാറ്റണം. ഇവിടെ നോൺ എന്ന് എഴുതിപ്പോയി, നോ 0 റോസ്, 0 റോസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി, ഫസ്റ്റ് റോ നോക്കിക്കോളൂ. ഫസ്റ്റ് റോയിൽ 2 6 1 7 ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് എൻട്രി ലീഡിങ് 1 ആയിരിക്കണം. അപ്പോൾ അവിടെ ലീഡിങ് 2 ഉള്ളത്, ലീഡിങ് 2 ആണ്, അതിനെ 1 ആക്കണം. അപ്പോൾ ടു മേക്ക്, ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ട ആവശ്യമില്ല, ഇത് മനസ്സിലാകാൻ വേണ്ടി ചെയ്തതാണ്. ടു മേക്ക് ദ ഫസ്റ്റ് നോൺ 0 എൻട്രി 2 ഓഫ് ഫസ്റ്റ് റോ ടു 1 ആക്കി മാറ്റണം. ബട്ട് ഇറ്റ് ഈസ് ഈസി ദാറ്റ് 1 ഈസ് ഇൻ ദ സെക്കൻഡ് റോ. അപ്പോൾ ഇവിടെ ഒരു എളുപ്പം എന്ന് വെച്ചാൽ ഇവിടെ 1 ആക്കുന്നതിന് പകരം നമുക്ക് എളുപ്പം എന്ന് വെച്ചാൽ ഇവിടെ ഒരു 1 ഉണ്ടല്ലോ സെക്കൻഡ് റോയിൽ. അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റിയിടുക, നമ്മൾ റോ മാറ്റിയിടാൻ മതി. അപ്പോൾ ഇറ്റ് ഈസ്
ഈസി ദാറ്റ് 1 ഈസ് ഇൻ ദ സെക്കൻഡ് റോ. സോ ഇൻ്റർചേഞ്ച് R1 ആൻഡ് R2. R1 R2 അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിടും. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഈ കാര്യം നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? R1 R2 ഡബിൾ ആരോ മാർക്ക് കണ്ടോ, അതാണ് ചെയ്തത്. ഇത് സെക്കൻഡ് റോ എടുത്ത് ഫസ്റ്റിലും ഫസ്റ്റ് റോ എടുത്ത് സെക്കൻഡാക്കി മാറ്റി. ഇതപ്പം ചെയ്തിട്ടുള്ളത്. ഇനി പ്രശ്നമില്ല. ഇനി നമുക്ക് ഫസ്റ്റ് റോയിൽ ലീഡിങ് 1 ആയി. ഇനി മാറ്റമൊന്നും വേണ്ട, ഇത് മാറ്റണ്ട. പക്ഷേ നേരത്തെയാണെങ്കിൽ നമുക്കിതിനെ 2നെ 1 ആക്കണേ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആ റോയിനെ. അപ്പോൾ അതൊരു കുറച്ച് ബുദ്ധിമുട്ടാണ്. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫ്രാക്ഷനൊക്കെ വരും. 1/2 × 2 1 ആവും. പക്ഷേ 6 × 1/2 3 ആവും. -1 × 1/2 1/2 ആവും. പിന്നെ 7 × 1/2 എന്നുള്ള 7/2. അപ്പോൾ ഫ്രാക്ഷൻ വരും കൂടുതൽ. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരു എളുപ്പം കണ്ടത്. ഇവിടെ ഒരു 1 നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 1 ഇവിടെ വന്നാൽ മതി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിട്ടു, റോ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിട്ടു. അപ്പോൾ ചില പ്രോബ്ലം അങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇങ്ങനെ മാറ്റിയിട്ടതിന് ശേഷമുള്ള അവസ്ഥ ഇതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്ക് the column entries 2, 5 of leading 1 to make 0. ആ ലീഡിങ് 1 വന്ന കോളത്ത് ബാക്കി താഴെയുള്ളതൊക്കെ 0 ആക്കുക, 2 0 ആക്കുക. അതാണ് അടുത്ത് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 2 0 ആവണമെങ്കിൽ 2 - 2 വരണം. അപ്പോൾ 2 - 2 വരെ എങ്ങനെയാണ്? 2 - 2 × 1, അതിനായി 1 ആക്കുന്നത്. 2 - 2 × 1. അപ്പോൾ ഈ ഒരു എൻട്രി മാത്രം നോക്കിയാൽ എന്താ റോ ഓപ്പറേഷൻ അവിടെ ചെയ്യുന്നത്? ഈ റോ 2-നാണ് മാറ്റം വരേണ്ടത്. ഈ 2 ആണ് നമുക്ക് എന്താക്കേണ്ടത്? 0 ആക്കേണ്ടത്. അപ്പോൾ റോ 2-ന് മാറ്റം വരണം. അപ്പോൾ R2-ന് മാറ്റം വരണം. എങ്ങനെ? R2 2 ടൈംസ് R1 കുറച്ചാൽ മതി. അതുകൊണ്ടാണ് 2 0 ആവണമെങ്കിൽ 2 - 2 ആവണ്ടേ. അപ്പോൾ 2 - 2 × 1 എന്നുള്ളത്. അപ്പോൾ R2-ൽ നിന്ന് 2 × R1 റോ 1 കുറയ്ക്കണം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. അതാണ് R2 - 2 R1 ചെയ്യുമ്പോൾ ഇവിടെ 0 ആയിക്കോളും. ബാക്കി അതിനനുസരിച്ച് മാറിക്കോളും. നമുക്കൊരു എൻട്രി മാത്രം റോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു എൻട്രി മാത്രം അങ്ങനെ ചേഞ്ച് ചെയ്യാനാവില്ല. നമ്മൾ ഉദ്ദേശം ഇത് 0 ആക്കുകയാണ്. ഈ ലീഡിങ് 1 വന്നാൽ അതിന് താഴെയുള്ള 2 0 ആക്കണം. അതിനാണ് റോ എച്ചലോൺ ഫോം എന്ന് പറയാം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണുന്നത്, ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എങ്ങനെ ഇത് 2 0 ആക്കണം. അപ്പോൾ ഈ ലീഡിങ് 1-ന് താഴെയുള്ള 2 0 ആക്കണം. അതിനുശേഷം 5 0 ആക്കണം. 2 0 ആക്കണമെങ്കിൽ 2 - 2 ആണ്. 2 - 2 ആവണമെങ്കിൽ 2 - 2 × 1 ഈ 1 ഉപയോഗിക്കണം. അപ്പോൾ ഈ ഒരു എൻട്രി മാത്രം നോക്കുമ്പം നമുക്ക് റോയിൻ്റെ മനസ്സിലാവും. ഈ R2 എന്ന് പറഞ്ഞ റോ R2 എന്താ മാറുന്നത്? R2 - 2 × R1 എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് R2-നാണ് ചേഞ്ച് വരിക. ആദ്യം വരുന്ന ആൾക്കാ ചേഞ്ച് വരിക, അല്ലാണ്ട് R1-നല്ല കേട്ടോ. അപ്പോൾ R2 - 2 × R1 ചെയ്യാം. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. റോ 1-ന് ഒരു മാറ്റമില്ല കേട്ടോ. അതുപോലെ 5 0 ആവണമെങ്കിൽ 5 - 5 വരണം. അപ്പോൾ 5 - 5 × 1 വരണം. അപ്പോൾ എന്തിനാ? R3 - 5 × R1 വരണം. അതാണ് ഈ പറഞ്ഞ കാര്യം. ഇത് 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഈ സ്റ്റെപ്പിൽ. ഓക്കെ, അപ്പോൾ R1-ന് ഒരു മാറ്റമില്ല. R1 അങ്ങനെ തന്നെ വെക്കുക. R2-നും R3-ക്കാണ് മാറ്റം വരുന്നത്. ഇത് 2 - 2 ആവും. ഇത് 6 - 2 × 2 4 ആവും. ഇത് 11 - 2 × -1 അപ്പോൾ 11 + 2 ആവും. ഇത് 7 - 2 × -1 11 + 2. അതുപോലെ അടുത്തത് R3 - 5 × R1 ആണ്. അപ്പോൾ 5 - 5 ആവും. ഇത് അടുത്തത് 7 - 5 × 2 അപ്പോൾ 7 - 10 ആവും. ഇവിടെ -4 - 5 × -1 അപ്പോൾ -4 + 5 ആവും. പിന്നെ 9 - 5 × -1 എന്ന് പറഞ്ഞാൽ 9 + 5 ആവും. ഓക്കെ, അങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഒന്നുകൂടി മാറ്റി എഴുതുമ്പോൾ ഫസ്റ്റ് റോ 1 to -1 -1 തന്നെ -1 1 to -1 -1 സോറി ഫസ്റ്റ് റോ ഇവിടെ 7 അല്ലേ വരേണ്ടത്? 7 ആണ് ഇവിടെ വരേണ്ടത്. അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ 7-ന് വരെ -1 എന്ന് എഴുതിയോ എന്നൊരു ഡൗട്ടുണ്ട്. ഫസ്റ്റ് റോയിൽ ഇവിടെ 7 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്ക് 7 ഇട്ട് നോക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും ഈ ഫസ്റ്റ് റോയിൽ ഇവിടെ കാണുന്നത് 7 ആണ്. 7 ഇവിടുന്ന് അത് മാറിയിട്ടുണ്ടല്ലോ. സോറി ഇൻ്റർചേഞ്ച് ചെയ്താണല്ലോ. സോറി നോ ചേഞ്ച്, ഇൻ്റർചേഞ്ച് ചെയ്തോണ്ടാണ് ഞാനിവിടെ മാറിപ്പോയി. ഇവിടെ ഒരു ഇൻ്റർചേഞ്ച് നടന്നിട്ടുണ്ട് അവിടെ. ഓക്കെ, റൈറ്റ്. ഓക്കെ, ദെൻ അത് മാറ്റി എഴുതി, ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇത് ലീഡിങ് 1 ആയി, അതിൻ്റെ താഴെയുള്ളതൊക്കെ 0 ആക്കി.
ഇനി ഇവിടെ നമുക്ക് സെക്കൻഡ് റോയിൽ ലീഡിങ് 1 ഇല്ല, അവിടെ 2 ആണല്ലേ ലീഡിങ്. അപ്പോൾ ഇത് എന്താക്കണം, 1 ആക്കണം. അതിനെന്ത് ചെയ്യണം, 1/2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ റോ R2നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ, അതാണ് 1/2 R2 ചെയ്തത്. അപ്പോൾ R2ന് മാത്രമേ മാറ്റം വരുന്നുള്ളേ. അപ്പോൾ 1/2 × 0 0, 1/2 × 2 1, 1/2 × 3 3/2, 1/2 × 9 9/2. അങ്ങനെയാണ് ഈ റോ മാറുന്നത്. ബാക്കി റോയ്സിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഈ 1ന് താഴെയുള്ള ലീഡിങ് 1 ഇവിടെ രണ്ടാമത്തെ ഇതാദ്യത്തെ ലീഡിങ് അതിന് 2 സൂറാക്കി, പിന്നെ ഒരു ലീഡിങ് 1 വരുത്തി നമ്മൾ അതിന് താഴെയുള്ളത് സൂറാക്കി. മുകളിലുള്ള സൂറാക്കണ്ട, താഴെയുള്ള സൂറാക്കിയാൽ മതി. എപ്പോഴും താഴെയുള്ള സൂറാക്കിയാൽ മതി. മുകളിലൊന്ന് സൂറാക്കുന്നത് റെഡ്യൂസ്ഡ് എച്ചിലോൺ ഫോമാണ്. അത് ഗോസ് ജോർദാൻ മെത്തേഡാണ്. അത് നമുക്കിപ്പം പറഞ്ഞില്ല, അങ്ങനെ മെത്തേഡൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് സാധാരണ 2 ക്വസ്റ്റ്യനായാലും നിങ്ങൾ ഇതിങ്ങനെ സൂറാക്കാൻ നിൽക്കണ്ട, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് -3 സൂറാക്കണം. ഈ -3 സൂറാക്കണമെങ്കിൽ അതിനോട് 3 ആഡ് ചെയ്യണം. അപ്പോൾ ഈ R3 എന്ന് പറഞ്ഞ റോയിനോട് 3 × R2 ആഡ് ചെയ്താൽ മതി. അപ്പോൾ 3 × 1 അല്ലേ ആഡ് ചെയ്യണ്ടേ. -3 സൂറാണെങ്കിൽ 3 ആഡ് ചെയ്യണം. -3 + 3 ആവണം. 3 എന്ന് പറഞ്ഞാൽ 3 × 1 അല്ലേ, അതിനായി 1 ആക്കി വെച്ച്. അതെന്ന് വെച്ചാൽ ഈ റോയ്ക്കാണ് മാറ്റം വരേണ്ടത്. R3 എങ്ങനെ മാറും, R3 എന്ന് പറഞ്ഞാൽ R3 + 3 × R2 എന്ന രൂപത്തിലേക്ക് മാറും. ആ തരത്തിൽ നമുക്ക് R3 മാറുമ്പോൾ സംഭവിക്കുന്ന നോക്കിയേ. ഇവിടെ ശരിക്കും ഒന്നുമില്ല, 0 + 3 × 0 എന്നാണ് വരിക. അത് 0 തന്നെയാണ്. അടുത്ത -3 + 3 × 1 അതാണിത്. അടുത്ത 1 + 3 × 3/2 അതാണിത്. അടുത്തത് 14 + 3 × 9/2 അങ്ങനെ എഴുതി. ഞാൻ വിശദമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ ഉദ്ദേശമാണ് ഈ 1ന് താഴെയുള്ളത് 0 ആക്കുക. അപ്പോൾ അത് മാത്രം ചെയ്യാൻ പറ്റില്ല, റോ അനുസരിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലും ഒരു മാറ്റമില്ല, തേർഡ് റോയിലാണ് മാറ്റം വന്നത്. ഒന്നുകൂടി മാറ്റി എഴുതി ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി നമുക്ക് ഉള്ളത് സീറോ റോസ് ഒന്നും പിന്നെ വന്നിട്ടില്ല. ഇനി ഇവിടെ ഈ റോയിൻ്റെ ലീഡിങ് 1 വന്നു, ഈ റോയിൽ ലീഡിങ് 1 വന്നു. ഇനി ഈ റോയിൽ ലീഡിങ് 1 വരണമെങ്കിൽ ഹാഫ് 1 ആക്കണം. ഈ ഹാഫ് 1 ആക്കാൻ, ഹാഫ് അല്ലത് 11/2 1 ആക്കാൻ എന്ത് ചെയ്യണം, 2/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2/11 കൊണ്ട് R3നെ മൾട്ടിപ്ലൈ, അത് അവിടെ ചെയ്തത് 2/11 × R3. അങ്ങനെ ചെയ്യുമ്പോൾ ഇതും 1 ആവും. അപ്പോൾ 2/11 × 55/2 എന്നുള്ള അത് ചെയ്യുമ്പോൾ അത് 5 ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മളെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇത് റോ എച്ചിലോൺ ഫോമിലായിട്ട് മാറി. കാരണം എല്ലാം എന്തായി, 0 റോസൊക്കെ ബോട്ടം പോകണമെന്ന് പറഞ്ഞു, അതിവിടെ ഇല്ല. non-0 റോസിൽ പിന്നെ non-0 റോസിൽ ലീഡിങ് 1 ആയിരിക്കണം. അപ്പോൾ ഇത് ഈ ലീഡിങ് 1 ആണ്, ഇതിൻ്റെ ലീഡിങ് 1 ആണ്, ഇതിൻ്റെ ലീഡിങ് 1 ആണ്. പിന്നെ 1ന് താഴെയുള്ളതൊക്കെ 0 ആക്കി. 1ന് താഴെയുള്ളതൊക്കെ നമ്മൾ 0 ആക്കി. അങ്ങനെ ചെയ്യാൻ പറ്റും. 1ന് താഴെയുള്ള 0 ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വേറൊരു കാര്യമില്ല, ഇവിടെ എല്ലാം ആയി, എല്ലാം ഓവറായി, ഈ കാര്യങ്ങൾ പ്രോസസ്സ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഇതിനനുസരിച്ചിട്ട് ഇക്വേഷൻ മാറ്റി ചെയ്താൽ ആദ്യത്തെ ഇക്വേഷൻ തരും 1 × x1 + 2 × x2 + -1 × x3 = -1 ഉണ്ട്, അതാണ് 1. രണ്ടാമത്തെ ഇക്വേഷൻ 0 × x1 അത് പോട്ടെ, 1 × x2 + 3/2 × x3 = 9/2 രണ്ടാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ 0x1 0x2 പോയി. അപ്പോൾ ഇവിടെ എത്തൽ x3 1 × x3 = 5 ആയി. അപ്പോൾ ആൻസർ പെട്ടെന്നായി. x3 ഉടനെ കിട്ടി, കണ്ടോ, x3 ഇവിടെ കിട്ടി. ഈ കിട്ടിയ x3 ഇവിടെ കൊടുക്കുമ്പോൾ പിന്നെ x2 മാത്രമേ അറിയാത്തുണ്ട്, അപ്പോൾ x2 കിട്ടും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ x2 x3 കിട്ടിയാൽ അത് രണ്ടും ഇവിടെയും കൊടുക്കുമ്പോൾ പിന്നെ x1 കിട്ടും. ഇങ്ങനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നമുക്കിതിൻ്റെ സൊല്യൂഷൻ കിട്ടുകയാണ്. ഓക്കെ, ആ സൊല്യൂഷനാണ് x1 = 10, x2 = -3, x3 = 5 ഈസ് എ സൊല്യൂഷൻ. ഇവിടെ ഒരു യുണീക്ക് സൊല്യൂഷനാണ്, ഒരു സൊല്യൂഷനേ ഉള്ളൂ. അത് കൺസിസ്റ്റൻ്റ് ആണ്, തന്നുള്ള സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയും. ഒരു സൊല്യൂഷനേ ഉള്ളൂ. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വന്നാലും കൺസിസ്റ്റൻ്റ് എന്ന് പറയും. പക്ഷേ ഇവിടെ നമുക്ക് ഒരു സൊല്യൂഷൻ ഉള്ളൂ. കാരണം സൊല്യൂഷനിൽ ടി ഒന്നുമില്ല. സൊല്യൂഷനിൽ ടി ഉണ്ടായിരുന്നെങ്കിൽ ടിക്ക് വ്യത്യസ്ത വില കൊടുത്താൽ നമുക്ക് കുറേ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു സൊല്യൂഷനേ ഉള്ളൂ. ഓക്കെ, ഒരു കാര്യം ഇവിടെ നോട്ട് ചെയ്യേണ്ടത്, പേജ് നമ്പറിലൊരു ചേഞ്ച് ഉണ്ട്. പേജ് 11 കഴിഞ്ഞിട്ട് 13 എന്നാണ് നമ്പർ ചെയ്തത്, ഓർഡർ മാറിപ്പോയതാണ്. നമുക്ക് 12 ആക്കി മാറ്റണം. ഇത് പേജ് നമ്പർ 12 ആണ്. ഓക്കെ, ഇനി പേജ് നമ്പർ 13 ആണ് അടുത്തത് വരാൻ പോകുന്നത്. അത് 12 നാട്ടത്, അത് മാറ്റിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇതും ഇതുപോലെ തന്നെ 3 വേരിയബിൾസ് ഉള്ളതാണ്, x1 x2 x3. ഈ 3 വേരിയബിൾസ് ചിലതിൽ XY സെറ്റ് എന്നായിരിക്കും, x1 x2 x3ക്ക് പകരം. ഇവിടെ പറഞ്ഞില്ല ഗോസ് ജോർദാൻ മെത്തേഡ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ റെഡ്യൂസ്ഡ് റോ എച്ചിലോൺ ഫോമിലേക്ക് മാറ്റണം.
നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാത്രം പോരാ, ഈ വണ്ണിന് അടിയിലുള്ള മാത്രം സീറോ ആക്കിയാൽ പോരാ. അത് ഗോസ് മെത്തേഡിൽ അങ്ങനെയാണ് ചെയ്യുക. വണ്ണിന് മുകളിലുള്ളതും കൂടി സീറോ ആക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രോബ്ലം നോക്കുക. ഈ പ്രോബ്ലത്തിനെ ഉടനെ തന്നെ നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി. ഇത് ശ്രദ്ധിക്കുക, മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി. ഈ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കോഫിഷ്യൻസ് ആണ്. ഇത് 2 എന്ന് എഴുതി പോരുത്, -2. കറക്റ്റായിട്ട് ചിഹ്നം -5 എന്ന് എഴുതണം. ഇതിലൊന്നും മിസ്റ്റേക്ക് വരാൻ പാടില്ല. പിന്നെ ഇവിടെ ഇതൊക്കെ ശ്രദ്ധിക്കുക. x1 x2 x3 കോളാക്കി എഴുതുക. എന്തായാലും ഈ എണ്ണം, ഈ പറഞ്ഞ എണ്ണം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവും. തരത്തിലാണ് ഉണ്ടാവുക. ഓഗ്മെന്റഡ് മാട്രിക്സ് അറിയാലോ, അങ്ങനെ ഉണ്ടാക്കി. അവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ലീഡിങ് 1 ഇവിടെ ഉണ്ട്. ലീഡിങ് 1 നമുക്കുണ്ട്, മാറ്റേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് റോയിൽ തന്നെ ലീഡിങ് 1 ആണ്. 0 റോസ് ഇല്ല, അതുകൊണ്ട് താഴത്തേക്ക് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. 0 റോസ് ഇല്ല. അപ്പോൾ പക്ഷേ ഈ 1ന് താഴെയുള്ള 4 into 0 ആക്കുകയാണെന്നുള്ള ഉദ്ദേശം. 4 0 ആണ്, 4 - 4 into 1 ആവണം. അതുകൊണ്ടാണ് R2 ചേഞ്ച് വരണം. R2 - 4 into R1 ആകണം. അതുപോലെ 2 0 ആണ്, 2 - 2 into 1 ആക്കണം. 2 - 2 അല്ലേ, 2 - 2 into 1 ആക്കണം. അതുകൊണ്ട് R3ക്കുള്ള മാറ്റം വരും. R3 - 2 into R2 എന്നാവും. ഈ 2 തരത്തിലുള്ള ഓപ്പറേഷനാണ് ഇവിടെ ചെയ്യുന്നത്. അതിനനുസരിച്ചത് ഈ തരത്തിലേക്ക് മാറും. അപ്പോൾ കാൽക്കുലേഷനൊക്കെ ഇവിടെ വേണമെങ്കിൽ എഴുതിയിട്ടുണ്ട്, നോക്കാം. ഈ തരത്തിലേക്ക് മാറും. ഇനി അടുത്ത ഉദ്ദേശം നമുക്ക് ഇത് ഈ രണ്ടാമത്തെ റോയിലെ ലീഡിങ് -11 ആണ്, അത് 1 ആക്കണം. അത് തീർച്ചയായിട്ടും 1 ആവണമെങ്കിൽ -1/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, റോ 2നെ മാത്രം. അപ്പം -1/11 into റോ 2, -1/11 into R2. അപ്പം ബാക്കി R1നും R3 അതേപോലെ തന്നെ എഴുതാം, ഒരു മാറ്റം ഉണ്ടാവില്ല. R2ന് മാത്രം അങ്ങനെ മൾട്ടിപ്ലൈ, -1/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1 -1, ഇവിടെ -3 വരും. ഈ തരത്തിൽ വരും. അപ്പോൾ ലീഡിങ് 1 ആയല്ലോ ഇവിടെ, രണ്ടാമത്തെ ലീഡിങ് 1 ആയി രണ്ടാമത്തെ റോയിൽ. അപ്പോൾ അതിൻ്റെ മുകളിലും താഴെയും സൂറാക്കണം. കാരണം നേരത്തെ താഴെ മാത്രം സൂറാക്കിയാൽ മതിയായിരുന്നു, മുകളിൽ സൂറാക്കണം. ഗോസ് ജോർദാൻ മെത്തേഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് 3 0 ആണ്, -11 0. 3 0 ആണെങ്കിൽ 3 - 3. അപ്പോൾ R1 - 3 into R2, അതാണ് അവിടെ ചെയ്യേണ്ടത്. R1 - 3 into R2. R1ന് ചേഞ്ച് വരേണ്ടത് ആദ്യം എഴുതുന്നതിനാ ചേഞ്ച് വരും. R1 - 3 into R2. അതുപോലെ ഈ -11 0 ആവണമെങ്കിൽ -11 കൊണ്ട് 11 ആഡ് ചെയ്യണ്ടേ. അപ്പോൾ 11 into R2 ആഡ് ചെയ്യണം. എന്തിനോട്? R3 + 11 into R2. ഈ 2 ഓപ്പറേഷൻ ചെയ്താൽ R2ന് ഒരു ചേഞ്ചും ഇല്ല, R1 R3 മാറും. ഇതിനനുസരിച്ച് ഇങ്ങനെ മാറും. R2 അങ്ങനെ തന്നെ നിൽക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ മാറ്റി സിംപ്ലിഫൈ ചെയ്താൽ ഇങ്ങനെ വരും, ഈ ചേഞ്ച് ഇങ്ങനെ വരും. അപ്പോൾ പിന്നെ ഇപ്പം നമുക്ക് എന്തായി, ലാസ്റ്റ് 0 റോ ആയിപ്പോയി. ഇനിയൊന്നും പ്രശ്നമില്ല, ഓട്ടോമാറ്റിക്കലി 0 റോ ആയി. ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോൾ ലീഡിങ് 1 ഒക്കെ ഓക്കെയാണ്, ലെഫ്റ്റാണ്. ഫസ്റ്റ് റോയിൻ്റെ ലീഡിങ് 1, സെക്കൻഡ് റോയിൻ്റെ ലീഡിങ് 1 നോക്കുമ്പോൾ ഇപ്പുറത്ത് ലെഫ്റ്റ് തന്നെയാണ്, ഒരു പ്രശ്നമില്ല. എല്ലാം 1 നിൽക്കുന്ന എല്ലാം എന്താണ്, ലീഡിങ് 1 നിൽക്കുന്ന എല്ലാം സീറോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് റെഡ്യൂസ്ഡ് റോ എച്ചലൺ ഫോമിലായി. ഇനി നേരത്തെ പോലെ ജസ്റ്റ് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക ഇക്വേഷനെ. 1 into x1 + 0 into x2 + 1 into x3 = 2. 0 into x1 ഇങ്ങനെ ആ തരത്തിൽ മാറ്റി ചെയ്താൽ അവസാനത്തെ എഴുതേണ്ട ആവശ്യമില്ല. അവസാനത്തെ 0 റോസ് ആണ്. അപ്പോൾ 2 ഇക്വേഷനായിട്ട് മാറിയത് x1 + x3 = 2 എന്ന് പറയുന്ന 1 ഇക്വേഷൻ. ഇത് അടുത്ത് x2 - x3 = -3 ആയി. ഹിയർ x3 ഈസ് കോമൺ ടു 1 and 2. രണ്ടിലും x3 ഉണ്ട്. അപ്പോൾ x3 നമുക്ക് ഒരു t എന്ന് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 0 റോ ഉണ്ടെങ്കിൽ ഒരു ഫ്രീ വേരിയബിൾ ഉണ്ടാവും. മനസ്സിലായില്ല? അത് മനസ്സിലാക്കിയാൽ 1 0 റോ, അതുകൊണ്ട് 1 ഫ്രീ വേരിയബിൾ ഉണ്ടാവും. അല്ല, ഹിയർ 1 0 റോ എന്ന് നമുക്ക് പറയാം. ഹിയർ 1 0 റോ ഉണ്ട്, 0 റോ ഉണ്ട്. ആൻഡ് സോ 1 ഫ്രീ വേരിയബിൾ. അപ്പോൾ ലെറ്റ് അത് x3 എന്തെടുക്കുക, t എന്ന് കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അത് പറഞ്ഞാലും മതി, നമ്മൾ മറ്റേ ഇങ്ങനെയൊന്നും പറയണമെന്നില്ല. x3 നമുക്ക് t എന്ന് എടുക്കാം. അപ്പോൾ ഒരു 0 റോ ഉണ്ടെങ്കിൽ ഒരു ഫ്രീ വേരിയബിൾ ഉണ്ടാവും. 2 0 റോ ഉണ്ടെങ്കിൽ 2 ഫ്രീ വേരിയബിൾ. അത് ലാസ്റ്റ് 2 എടുക്കുക. x2 x3 എടുക്കേണ്ടി വരും. അപ്പോൾ x2 വേറെ എന്തെങ്കിലും വേരിയബിൾ t എന്നോ, ഒന്നിന് t കൊടുത്താൽ മറ്റേ s എന്നങ്ങാൻ കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ 1 0 റോ ഉണ്ട്. ഹിയർ 1 0 റോ ആൻഡ് സോ 1 ഫ്രീ വേരിയബിൾ. ലെറ്റ് x3 = t. ഫ്രീ എന്ന് പറഞ്ഞാൽ ഏത് വിലയും കൊടുക്കാം, ഫ്രീ ആണ്. അപ്പോൾ ടിക്ക് 0 കൊടുക്കുക, 1 കൊടുക്കുക, അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. അങ്ങനെ നമ്മൾ x3ക്ക് t എടുത്തു. x3ക്ക് t എടുത്താൽ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ x2 കിട്ടും. x2 - t = -3 ആയിരിക്കും. അപ്പോൾ x2 എന്തായിരിക്കും? -3 + t ആയിരിക്കും x2. ഇനി അതുപോലെ x3 t എന്നുള്ളത് ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്താൽ x1 എന്തായിരിക്കും? 2 - t ആയിരിക്കും. ആ തരത്തിൽ നമ്മൾ സൊല്യൂഷൻ എഴുതുകയാണ്. പക്ഷേ ഇത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടെന്ന് മാത്രം. കൺസിസ്റ്റൻ്റ് ആണ്, കാരണം
സൊല്യൂഷൻ ഉണ്ടല്ലോ, ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ ഉണ്ട്. കാരണം ടി മാറ്റി മാറ്റി കൊടുക്കും. ടി 0 കൊടുക്കുമ്പോൾ x1 2, x3 x2 -3, x3 1 അല്ല 0, അതൊരു സെറ്റ് ഒരു സൊല്യൂഷനാണ്. ഇനി ടി 1 കൊടുക്കുമ്പോൾ x1 1 ആവും, 2 - x1 1, x2 -2, x3 1, അത് വേറെ സൊല്യൂഷൻ. അപ്പോൾ ടി വേറെ വില കൊടുക്കുമ്പോൾ വേറെ സൊല്യൂഷൻ. ഇങ്ങനെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. എനിവേ ഇതിന് സൊല്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് ഇത് കൺസിസ്റ്റൻ്റ് ആണ്. തന്നിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണ്. ഇത് ഗോസ് ജോർദാൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.